ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൂപ്പര് ബഹുമാന്യനാണ്. അതൊന്നും ആദ്യം വെക്കുവാനെ. സക്കരിയ സലാഹി ബഹുമാന്യനാണ്. ഓരോ കഥകളും നിങ്ങൾ പറയിപ്പിക്കണ്ട. നിങ്ങൾ എവിടെയാ പ്രസംഗത്തിന് മറുപടിക്ക് പോകാറുള്ളത്? ഇരുമ്പുഴിയിൽ നിങ്ങളുടെ കൊണ്ടോട്ടി പ്രസംഗത്തിന്റെയും ഇരുമ്പുഴിയിലെ പ്രസംഗത്തിന്റെയും ഒരേ ആശയമായിരുന്നു. ബഹുമാന്യനായ സക്കരിയ സലാഹി 3 ദിവസം അതിന് കൃത്യമായി നിങ്ങളുടെ ഓരോ വാദങ്ങളെയും ഇട്ടുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ തൊലി വിരിച്ചു. പേരോട് ഇവിടെ വരണം എന്ന് കൃത്യമായി പലതവണ ആവർത്തിച്ചു വെല്ലുവിളിച്ചു. കേട്ടോ, എനിക്ക് പറഞ്ഞ കുറ്റം കേട്ടങ്ങള്. കുണ്ടോട്ടി ഞാൻ പ്രസംഗിച്ച ആശയവും ഇരുമ്പുഴിന്ന് പ്രസംഗിച്ച ആശയം ഒന്ന് തന്നെയായിരുന്നു. ഞാൻ രണ്ടാ പറയണ്ടി. എനിക്കയാൾ കണ്ടൊരു കുറ്റാണത്. ഞാൻ കുണ്ടോട്ടി എന്ന് പറഞ്ഞ അതേ ആശയാണ് ഇരുമ്പുഴി എന്നും പറഞ്ഞത്. ഈ മൗലവിമാരെ പോലെ ഞാനും ആന എന്നിട്ട് മൂപ്പര് എന്റെ തൊലിയുരിച്ചു പോലും ആര്? സക്കരിയേ. എന്നിട്ട് സക്കരിയ എന്നെ വെല്ലു വിളിച്ചിട്ട് ഞാൻ പോന്നില്ല. എന്തേ സക്കരിയ കുണ്ടോട്ടി വരാതെ കുണ്ടോട്ടി സീഡിക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് ഈ ഇരുമ്പുഴി പോയിട്ട് മറുപടി പറഞ്ഞു എന്ന് പറയുന്നത്? അല്ല മൗലവി, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ഏതോ ഒരാള് തലയിൽ മുറിഞ്ഞപ്പോ മരുന്ന് എവിടെ വെച്ച് നിങ്ങൾ കൂട്ടിക്കോളി. എന്റെ കുണ്ടോട്ടിയിലല്ലേ മൗലവി എന്റെ സീഡി ഇറങ്ങിയത്? നിങ്ങൾ എന്റെ കുണ്ടോട്ടിയിൽ ഇതുവരെ മറുപടി പറയാഞ്ഞേ? ഇത് ഇരുമ്പുഴിന്ന് മറുപടി പറഞ്ഞു എന്നാ പറയുന്നത്. ഇത് പറയാം രണ്ടും ഒരേ ആശയായിരുന്നു. ഞാൻ രണ്ടാശയാ പറയണ്ടേ? നല്ല കോളായി. ആർക്കായി മറുപടി? സക്കരിയാക്കോ? സക്കരിയ ബഹുമാന്യനാണ് പോലും. ബഹുമാന്യനായ സക്കരിയ മുജാഹിദീങ്ങളെ, നമ്മളല്ല, മുജാഹിദീങ്ങളെ തന്നെ പറയുന്ന തെറിയൊന്ന് കേട്ടോളിങ്ങൾ. മറുപടി പറയേണ്ട സൈസാണോ അല്ലേ നിങ്ങൾ പറയും. നാട്ടുകാർ പറയും. ഞാൻ മറുപടി പറയണോ വേണ്ടേ? ഒന്ന് വെച്ചു കൊടുത്തവൻ 22. അതൊരു മുജാഹിദ് എന്നെ കേൾപ്പിക്കുകയാണ്, ഞാൻ കേൾപ്പിക്കുന്നില്ല. മുജാഹിദിന്റെ മറ്റേ മുജാഹിദ് ഉണ്ടല്ലോ, വയനാടൻ, ആ വയനാടൻ മുജാഹിദ് കേൾപ്പിക്കുന്നതാണ്. ഒന്ന് വെച്ചു കൊടുത്തവനെ. എങ്കിൽ കെ സക്കരിയ ആദരവോടുകൂടി വിയോജിക്കണം എന്ന് പറഞ്ഞിട്ട് കെ സക്കരിയ വിയോജിക്കുന്ന രീതി ഒന്ന് കേട്ടോളൂ നിങ്ങൾ. കെ സക്കരിയ നടത്തുന്ന ആ പച്ചത്തെറി ഉണ്ടല്ലോ, അങ്ങോട്ട് പൊട്ടന്മാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പോയത്തക്കാരെ, കാട്ടാളന്മാര്, പരമവിഡ്ഢികളെ, മൈക്കകളെ, കുതന്ത്രക്കാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നുണ പറയാണ്. ഉളുപ്പുണ്ടോ? മടവൂരിയോ വൃത്തികെട്ടവന്മാര്. ആസനത്തിന് മുതലേ മടവൂര് നിൽക്കുക, CP ഊതുക, CP നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക. ആസനത്തിൽ മുതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവൂർ CP. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കഫൻ ചെയ്ത് കണ്ട് കൊണ്ടേ മറവിയതുള്ളൂ. എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടിനു. പൊട്ടന്മാരെ. ആരായി? മനുഷ്യത്തമ്മാടി. ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടിനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. വലിയ അറിവാളനാന്ന് വെച്ചിട്ട് ഇങ്ങനെ മുഹദ്ദിസായി ചമഞ്ഞടക്കുക. ഇയാളൊരു ഖുറാബിയാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നല്ല ആദരവല്ലേ? ആദരവോടുകൂടിയല്ലേ കെ സക്കരിയ വിയോജിപ്പിച്ചിട്ടുള്ളതില്ലേ? മടവൂരി പെണ്ണുങ്ങളും ആണുങ്ങളും കണ്ട മൂന്നൊക്കെ കൊടുക്കണം തോന്നുന്നു. മാന്യനായോണ്ട് ഞാൻ കൊടുത്തില്ല. ആ കൂട്ടത്തിൽ ഒരു മാന്യൻ, അയാളുടെ മാന്യത ബാക്കിയുള്ളവരെ മാന്യത എത്ര ഉണ്ടാവുന്നെന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൂപ്പര് ബഹുമാന്യനാണ്. അതൊന്നും ആദ്യം വെക്കുവാനെ. സക്കരിയ സലാഹി ബഹുമാന്യനാണ്. ഓരോ കഥകളും നിങ്ങൾ പറയിപ്പിക്കണ്ട. നിങ്ങൾ എവിടെയാ പ്രസംഗത്തിന് മറുപടിക്ക് പോകാറുള്ളത്? ഇരുമ്പുഴിയിൽ നിങ്ങളുടെ കൊണ്ടോട്ടി പ്രസംഗത്തിന്റെയും ഇരുമ്പുഴിയിലെ പ്രസംഗത്തിന്റെയും ഒരേ ആശയമായിരുന്നു. ബഹുമാന്യനായ സക്കരിയ സലാഹി 3 ദിവസം അതിന് കൃത്യമായി നിങ്ങളുടെ ഓരോ വാദങ്ങളെയും ഇട്ടുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ തൊലി വിരിച്ചു. പേരോട് ഇവിടെ വരണം എന്ന് കൃത്യമായി പലതവണ ആവർത്തിച്ചു വെല്ലുവിളിച്ചു. കേട്ടോ, എനിക്ക് പറഞ്ഞ കുറ്റം കേട്ടങ്ങള്. കുണ്ടോട്ടി ഞാൻ പ്രസംഗിച്ച ആശയവും ഇരുമ്പുഴിന്ന് പ്രസംഗിച്ച ആശയം ഒന്ന് തന്നെയായിരുന്നു. ഞാൻ രണ്ടാ പറയണ്ടി. എനിക്കയാൾ കണ്ടൊരു കുറ്റാണത്. ഞാൻ കുണ്ടോട്ടി എന്ന് പറഞ്ഞ അതേ ആശയാണ് ഇരുമ്പുഴി എന്നും പറഞ്ഞത്. ഈ മൗലവിമാരെ പോലെ ഞാനും ആന എന്നിട്ട് മൂപ്പര് എന്റെ തൊലിയുരിച്ചു പോലും ആര്? സക്കരിയേ. എന്നിട്ട് സക്കരിയ എന്നെ വെല്ലു വിളിച്ചിട്ട് ഞാൻ പോന്നില്ല.
അന്തേ സക്കരിയ കുണ്ടോട്ടി വരാതെ കുണ്ടോട്ടി സീഡിക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് ഈ ഇരുമ്പുഴി പോയിട്ട് മറുപടി പറഞ്ഞു എന്ന് പറയുന്നത്? അല്ല മൗലവി, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ഏതോ ഒരാള് തലയിൽ മുറിഞ്ഞപ്പോ മരുന്ന് എവിടെ വെച്ച് നിങ്ങൾ കൂട്ടിക്കോളി. എന്റെ കുണ്ടോട്ടിയിലല്ലേ മൗലവി എന്റെ CD ഇറങ്ങിയത്? നിങ്ങൾ എന്റെ കുണ്ടോട്ടിയിൽ ഇതുവരെ മറുപടി പറയാഞ്ഞേ? ഇത് ഇരുമ്പുഴിന്ന് മറുപടി പറഞ്ഞു പറയുന്നത്? ഇത് പറയാ രണ്ടും ഒരേ ആശയായിരുന്നു. ഞാൻ രണ്ടാശയാ പറയണ്ടേ? നല്ല കോളായി. ആർക്കായി മറുപടി? സക്കരിയാക്കോ? സക്കരിയ ബഹുമാന്യനാണ് പോലും. ബഹുമാന്യനായ സക്കരിയ മുജാഹിദീങ്ങളെ, നമ്മളല്ല, മുജാഹിദീങ്ങളെ തന്നെ പറയുന്ന തെറിയൊന്ന് കേട്ടോളിങ്ങൾ. മറുപടി പറയേണ്ട സൈസാണോ അല്ലേ നിങ്ങൾ പറയും, നാട്ടുകാർ പറയും. ഞാൻ മറുപടി പറയണോ വേണ്ടേ? ഒന്ന് വെച്ചു കൊടുത്തവൻ 22. അതൊരു മുജാഹിദ് എന്നെ കേൾപ്പിക്കുകയാണ്, ഞാൻ കേൾപ്പിക്കുന്നില്ല. മുജാഹിദിന്റെ മറ്റേ മുജാഹിദ് ഉണ്ടല്ലോ, വയനാടൻ, ആ വയനാടൻ മുജാഹിദ് കേൾപ്പിക്കുന്നതാണ്. ഒന്ന് വെച്ചു കൊടുത്തവനെ. എങ്കിൽ KK സക്കരിയ ആദരവോടുകൂടി വിയോജിക്കണം എന്ന് പറഞ്ഞിട്ട് KK സക്കരിയ വിയോജിക്കുന്ന രീതി ഒന്ന് കേട്ടോളൂ നിങ്ങൾ. KK സക്കരിയ നടത്തുന്ന ആ പച്ചത്തെറി ഉണ്ടല്ലോ, അങ്ങോട്ട് പൊട്ടന്മാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പോയത്തക്കാരെ, കാട്ടാളന്മാര്, പരമവിഡ്ഢികളെ, മൈക്കകളെ, കുതന്ത്രക്കാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നുണ പറയാണ്. ഉളുപ്പുണ്ടോ? മടവൂരിയോ വൃത്തികെട്ടവന്മാര്. ആസനത്തിൽ മുതലേ മടവൂര് നിൽക്കുക, CP ഊതുക, CP നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക. ആസനത്തിൽ മുതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവൂർ CP. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കഫൻ ചെയ്ത് കണ്ട് കൊണ്ടേ മറവിയതുള്ളൂ. എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടിനു. പൊട്ടന്മാരെ, ആരായി? മനുഷ്യത്തമ്മാടി. ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടിനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. വലിയ അറിവാളനാന്ന് വെച്ചിട്ട് ഇങ്ങനെ മുഹദ്ദിസായി ചമഞ്ഞടക്കുക. ഇയാളൊരു ഖുറാഫിയാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നല്ല ആദരവല്ലേ? ആദരവോടുകൂടിയല്ലേ KK സക്കരിയ വിയോജിപ്പിച്ചിട്ടുള്ളതില്ലേ? മടവൂരി പെണ്ണുങ്ങളും ആണുങ്ങളും കണ്ട മൂന്നൊക്കെ കൊടുക്കണം തോന്നുന്നു. മാന്യനായോണ്ട് ഞാൻ കൊടുത്തില്ല. ആ കൂട്ടത്തിൽ ഒരു മാന്യൻ, അയാളുടെ മാന്യത ബാക്കിയുള്ളവരെ മാന്യത എത്ര ഉണ്ടാവുന്നെന്ന് മനസ്സിലാക്കാം. ബഹുമാന്യനാര്? ഇയാള് ആര്? സക്കരിയ സലായി ബഹുമാന്യൻ.